വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് ചോറിലേക്കൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ റെഡിയാക്കിയാലോ. വളരെ സിമ്പിളാണ്. അപ്പം അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു വഴുതനങ്ങ എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു വഴുതനങ്ങ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടി 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വിനെഗർ, പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയിൽ റെഡിയാക്കണ്ട, കുറച്ച് വെള്ളം പോലെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതേ മസാലയൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴുതനങ്ങയുടെ ഓരോ പീസും എടുത്ത് അതിൽ ഈ മസാലയൊക്കെ നന്നായി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം. അപ്പോൾ മസാല ഈ വഴുതനങ്ങയിൽ ആക്കി കൊടുക്കുമ്പോഴും ഒരുപാട് അങ്ങ് ആക്കി കൊടുക്കണ്ട കേട്ടോ. കുറച്ച് മസാല തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് മസാലയൊക്കെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രൈ ചെയ്യാനായി പാനിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിക്കാം. ഒരുപാടൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂണൊക്കെ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ വെച്ച് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചിട്ട് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇതങ്ങ് വലിച്ചെടുക്കും. വഴുതനങ്ങയല്ലേ, അപ്പോൾ പെട്ടെന്ന് അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരല്പം കൂടി ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഒരുപാടങ്ങ് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ 2 ഭാഗവും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.